സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യം വായിക്കുകയാണ്. ബൈബിളുള്ളവർ വായിക്കുക, അല്ലാത്തവർ ശ്രദ്ധിക്കൂ. അവൻ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കു അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ അവനൊരു ആശ്രമം പണിതുകൊണ്ട് ഭക്തന്മാരെ വരിക എന്ന് പറഞ്ഞില്ല. ജനങ്ങൾ താമസിക്കുന്നതായ ഇടങ്ങളിലേക്ക് അവൻ കടന്നു ചെന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനിടയായി. മനുഷ്യന് സമാധാനം കൊടുക്കുന്നതായ വിഷയങ്ങളെ ഉപദേശിക്കുമായിരുന്നു. അവൻ്റെ ഉപദേശങ്ങൾ അനേകം ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുവാനിടയായി. ഒരിക്കൽ ഭൃത്യന്മാരെ അയച്ചിട്ട് യേശുവിനെ പോയി പിടിച്ചുകൊണ്ടുവരിക എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. എന്നാൽ ഭൃത്യന്മാർ വെറും കൈയോടുകൂടി മടങ്ങി വന്നു. എന്താണ് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മടങ്ങിപ്പോന്നു? യജമാനനെ, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഇതുവരെയും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടേയില്ല. അവനെ പിടിച്ചുകൊണ്ടുവരുവാൻ പോയതായ ഞങ്ങൾ അവൻ സംസാരിക്കുന്നത് കേട്ടിട്ട് അവന്റെ സംസാരത്തിൽ ആകൃഷ്ടനായി ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം മറക്കാനിടയായി. അവന്റെ വാക്കുകളിൽ സത്യമുണ്ട്, അവന്റെ വാക്കുകളിൽ അധികാരമുണ്ട്. അവന്റെ വാക്കുകൾ വിശുദ്ധമായ വാക്കുകളാണ്. അവന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്ന വാക്കുകളാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കാൻ അക്കാലത്ത് കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ വരിക പതിവായിരുന്നു. ജനക്കൂട്ടം വന്ന് തിക്കിത്തിരക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ എല്ലാവരെയും കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നത്, അല്ലാതെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തിയൊന്നുമല്ല. എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയാണ്, എല്ലാവർക്കും എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആ കാലത്ത് യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ ആരും സഹായികൾ ഇല്ലായിരുന്നു. ബോഡി ഗാർഡ്സ് ആരുമില്ല. ശിഷ്യന്മാർ 12 പേരേ ഉള്ളൂ. ആയിരക്കണക്കിന് വരുന്ന ജനത്തെ എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും? അവർ വന്ന് തിക്കിത്തിരക്കുകയാണ്. എന്നെ തൊടുക, എനിക്ക് സൗഖ്യം നൽകൂ എന്ന് പറഞ്ഞ്, എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് തിക്കിത്തിരക്കുമ്പോൾ കർത്താവ് ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവരെയെല്ലാം തള്ളിമാറ്റൂ, അവരെ അകറ്റി മാറ്റൂ എന്ന് പറഞ്ഞോ. എന്നെ തിക്കിത്തിരക്കുന്ന എന്താണ്? ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനിടയായി. ഈ സമയത്ത് ആ സമുദ്രത്തിന്റെ തീരത്തായിട്ട് ഗലീല സമുദ്രമാണോ തടാകമാണോ എന്ന വിഷയത്തിൽ ചിലർക്ക് സംശയം ഉണ്ടാകാം. യോർദാൻ നദിയിലെ വെള്ളം ഗലീല സമുദ്രത്തിൽ ചേരുവാനിടയാകും. ആ ചേരുന്ന സ്ഥലത്ത് ഒരു തടാകം പോലെയായിരിക്കും. നമുക്കറിയാം, സമുദ്രത്തിലെ വെള്ളവും അതുപോലെ നദിയിലെ വെള്ളവും ചേരുന്ന പല സ്ഥലങ്ങളും. ആ തടാകത്തിന്റെ തീരത്ത് കർത്താവ് 2 പടകുകൾ കണ്ടു. എന്താണ് കണ്ടത്? എന്താണ് കണ്ടത്? സമുദ്രതീരത്ത് എത്ര പടകുകൾ കാണും? 2 കാണുള്ളൂ. ഒരുപാട് പടകുകളുണ്ട്, എന്നാൽ 2 കർത്താവ് നോക്കിയുള്ളൂ. എന്തുകൊണ്ടാണ് ആ 2 പടകുകൾ കർത്താവ് നോക്കിയത്? ആ പടകുകൾ ആരുടേതാണ്? 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിലുള്ള ആളുകൾ അപ്പോൾ സമുദ്രത്തിൽ പോയിട്ട് വന്നതേയുള്ളായിരുന്നു. പോയി വന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? വല കഴുകുകയാണ്. നിങ്ങൾ തന്നെ പറയുക, രാത്രി മുഴുവൻ വല വീശിയതിനു ശേഷം, രാത്രി മുഴുവൻ കടലിൽ പോയിട്ട് വല വീശി കയറ്റി അവസാനം ഒരു മീൻ പോലും ലഭിച്ചില്ല എങ്കിൽ അവർ എത്രമാത്രം അസ്വസ്ഥരായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. എത്രമാത്രം നിരാശയിലായിരിക്കും. ഒരു മീൻ പോലും കിട്ടിയില്ല, വെറുതെ അധ്വാനിച്ചതാണ്, കഴിക്കാൻ പോലുമുള്ള മീൻ കിട്ടിയില്ല എന്ന് നിരാശയിൽ ആയിരിക്കും അവർ. അവരുടെ മനസ്സിൽ വല്ലാത്ത നിരാശയായിരിക്കും. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു പ്രയോജനമില്ല, ഇത് ഉപേക്ഷിച്ച് കളഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് നിരാശയിലായിരിക്കും. ലക്ഷങ്ങൾ മുടക്കി പടക് വാങ്ങി വലകൾ വാങ്ങിയിട്ട് അവസാനം രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒരു മീൻ പോലും ലഭിച്ചിട്ടില്ല എങ്കിൽ എത്ര നിരാശയിലായിരിക്കും. വളരെ കടമായിരിക്കുന്നു, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവുമില്ല, വേറെന്തെങ്കിലും പണി നോക്കാമെന്ന് പറയും, വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് നിരാശയിൽ ആയിരിക്കാം. യേശു ആരെയാണ് കണ്ടത്?
നിരാശയിലിരിക്കുന്ന ആളുകളെ കാണുവാനിടയായി. ഒന്നുമില്ലാത്ത ആളുകളെ കാണാനിടയായി. എന്താണ്? കർത്താവായ യേശുക്രിസ്തു ദുഃഖത്തിലുള്ള ആളുകളെ കാണുമായിരുന്നു, നിരാശയിലുള്ള ആളുകളെ കാണുമായിരുന്നു. അവൻ്റെ കണ്ണുകൾ എപ്പോഴും നോക്കിയത് ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത്, ആരെയാണ് ബലപ്പെടുത്തേണ്ടത്, ആരുടെയാണ് കണ്ണുനീർ തുടയ്ക്കേണ്ടത് എന്ന് അന്വേഷിക്കുമായിരുന്നു. നമ്മുടെ കണ്ണുകൾ നാം ആരുടെയെങ്കിലും വീട്ടിൽ പോയാൽ അവിടെ ആകർഷണീയമായത് മാത്രമേ നോക്കുകയുള്ളൂ. മനുഷ്യൻ്റെ കണ്ണുകൾ സൗന്ദര്യമുള്ളതിനെയും ആകർഷണീയമായതിനെയും ആണ് നോക്കുന്നത്, അവയെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ കണ്ണ് നിരാശപ്പെട്ടവരെ ബലപ്പെടുത്തുന്നതിനായി, തകർന്നവരെ എഴുന്നേൽപ്പിക്കുന്നതിനായി, വാർദ്ധക്യ സമയത്ത് മനുഷ്യരാൽ തള്ളപ്പെട്ടതായ പ്രായമുള്ള ആളുകളെ അവൻ ആശ്വസിപ്പിക്കുമായിരുന്നു. 2 തോണികൾ കണ്ടു. അവിടെ അനേകം തോണികൾ ഉണ്ടായിരുന്നു, എന്നാൽ 2 തോണി മാത്രമേ അവൻ കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ആ തോണിയിലെ ആളുകൾ നിരാശയിലായിരുന്നു, അവർ ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ കണ്ടിട്ട് അവരെ വിളിച്ചു. അതിൽ ഒരു തോണിയിൽ മാത്രമാണ് കയറിയത്. ആരാണ്? ശീമോനെ വിളിച്ചിട്ട് അതിൽ കയറിയിരുന്ന് തീരത്തു നിന്ന് തോണി അല്പം മുൻപോട്ട് നീക്കുവാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ്? സമുദ്രതീരത്ത് മനുഷ്യർ കൂട്ടമായി നിൽക്കുന്നു, അവർ തിക്കിത്തിരക്കുകയാണ്, കൂട്ടമായി നിൽക്കുന്നു. അതുകൊണ്ട് കുറച്ച് പിറകോട്ട് മാറി ജനക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും അകപ്പെടാതെ ആ പടകിൽ കയറിയിരുന്നു കൊണ്ട് ഉപദേശിക്കുവാൻ തുടങ്ങി. സമുദ്രത്തിന്റെ തീരം എങ്ങനെയായിരിക്കും? നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. എങ്ങനെയായിരിക്കും? അവിടെ തിരയടിക്കുകയും പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണിപ്പോൾ? പടക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്, മുൻപോട്ട് വരികയാണെന്ന് തോന്നും. അങ്ങനെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും പിറകോട്ട് പോകുന്നത്. എന്താണ്? അനേകം ആളുകളുടെ ജീവിതത്തിൽ ഈ കയറി ഇറങ്ങിയുള്ള ഭക്തിയാണ്. മീറ്റിങ്ങിന് വരുമ്പം വളരെ കയറ്റമായിരിക്കും, അടുത്ത ദിവസം ഇറങ്ങിപ്പോകും. പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഡ്രെന്ന് പറഞ്ഞ് വീണ്ടും വരും. വന്നെന്ന് പറയുമ്പോൾ ഡ്രെന്ന് പറഞ്ഞ് വീണ്ടും പോകും. ഒരു ദിവസമേ ഉള്ളൂ ഭക്തി, അടുത്ത ദിവസം ഭക്തി കാണില്ല. എന്താണ്? മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് അനേകർക്ക് സ്ഥിരതയില്ല. അവിശ്വാസികൾ ആടിയുലയുന്ന തിരമാല പോലെയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. അവർക്ക് യാതൊരു സ്ഥിരതയും കാണില്ല, പറഞ്ഞ വാക്ക് പാലിക്കില്ല, ഒന്നും നേടുവാൻ കഴിയില്ല. ഇന്നത്തെ ഭക്തി നാളെ കാണില്ല, ഇന്നത്തെ ഉണർവ് നാളെ കാണില്ല. ഒരു ദിവസം നന്നായിരിക്കും, മറുദിവസം വളരെ അസ്വസ്ഥനായിരിക്കും. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അടുത്ത വാക്യം വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? പടകിനെ ആഴത്തിലേക്ക് നീക്കുക, വലയിറക്കുവാനായി. ഇന്ന് ആഴമായ ഭക്തി ഇല്ല, താൽക്കാലികമായ ഭക്തി മാത്രമാണുള്ളത്. കർത്താവ് പറഞ്ഞു ആഴത്തിലേക്ക് പോവുക. 3 മാസമായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, 30 വർഷമായിട്ട് യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നു. എന്നാൽ നിന്റെ ഭക്തിക്ക് ആഴമില്ല. ആഴത്തിലേക്ക് പോകണം, ആഴത്തിലേക്ക് ഭക്തി പോകണം. ആഴമായ ഭക്തി എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്നതാണ്, അനുസരിക്കുവാൻ പഠിക്കുന്നതാണ്. അതാണ് ആഴമായ ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, വചനം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നതാണ് യേശുവിൻ്റെ വചനം. മനുഷ്യന്റെ വാക്കുകൾ നമ്മെ നിരാശപ്പെടുത്തും, എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെയെല്ലാം നീക്കിക്കളയും. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനിടയാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവവചനം നാം കേൾക്കണം, പ്രസംഗം കേൾക്കണം. എൻ്റെ വള്ളം ദൈവത്തിന് ഞാൻ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് വീട്ടിലേക്ക് പോയെന്നാണോ? പടക് കൊടുത്ത പത്രോസ് എന്താണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ, 4-ാമത്തെ വാക്യം വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? ആഴത്തിലേക്കു നീക്കിയിട്ട് വല ഇറക്കുവീനെന്ന്. അവർ കഴുകിയ വലയില്ലേ, കഴുകിയതായ ആ വല വീശുവീനെന്ന് പറഞ്ഞു. പത്രോസ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചിരുന്നിരിക്കാം. എന്താണ് കർത്താവ് ഇത്? ഞങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ തന്നെയാണ് വല വീശിയത്.
രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് വല വീശിയതാണ്. വളരെ കഷ്ടപ്പെട്ട് വല വീശി വലിച്ച് അങ്ങനെ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുവാനിടയായി. എന്നാൽ ഒരു മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ നീ വല വീശാൻ വേണ്ടി വീണ്ടും പറയുകയാണോ? ഞങ്ങൾ ഇതിൽ മടുത്തുപോയിരിക്കുന്നു. വീണ്ടും നീ അതേ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് വല വീശാൻ വേണ്ടി പറയുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുവാനിടയായി, എന്നാൽ ഞങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചില്ല. യേശു ക്രിസ്തു ഇല്ല എങ്കിൽ, അവൻ്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ, നീ രാത്രി മുഴുവൻ അധ്വാനിച്ചാലും പകൽ മുഴുവൻ അധ്വാനിച്ചാലും ജീവിതം മുഴുവൻ നീ കഷ്ടപ്പെട്ടാലും അവസാനം നിനക്കൊന്നും തന്നെ ബാക്കി കാണില്ല. നീ എത്രമാത്രം കഷ്ടപ്പെട്ടാലും യേശു നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ നിനക്കൊന്നും തന്നെ നേടുവാൻ കഴിയുകയില്ല. ഒന്നും സാധിക്കാൻ കഴിയില്ല. നീ പണമുണ്ടെന്ന് വിചാരിക്കുന്നു, പണം നിന്നോടൊപ്പം നശിച്ചു പോകും. എന്നാൽ പണം കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ കഴിയില്ല. നിനക്ക് പണം കൊടുത്ത് സന്തോഷം വാങ്ങുവാൻ കഴിയില്ല. പണം കൊടുത്ത് മദ്യക്കുപ്പികൾ വാങ്ങാം, മയക്കുമരുന്ന് വാങ്ങാൻ കഴിയുമായിരിക്കും, എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനം വാങ്ങാൻ കഴിയില്ല. ഇന്നെത്രയോ ആളുകൾ പണം സമ്പാദിക്കാനാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമ്പാദ്യം. കോപ ദിവസത്തിൽ നിന്റെ ധനം ഒന്നും തന്നെ പ്രയോജനമാകില്ല. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് എതിർത്തൊന്നും തന്നെ പറഞ്ഞില്ല, ചിരിച്ചു തള്ളിയില്ല. കർത്താവേ, നിനക്ക് മീൻപിടുത്തക്കാരെ കുറിച്ച് എന്തറിയാം? മീൻ പിടിക്കുന്ന രീതികളെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയാവുന്നത്? ഞാൻ എക്സ്പേർട്ടാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പത്രോസിന് 67 വയസ്സുണ്ട്. അന്ന് യേശുവിനപ്പോൾ 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവന് 67 വയസ്സാണ്. അവനറിയാം ഏതു സമയത്താണ് മീൻ കിട്ടുന്നത്, ഏത് വശത്താണ് എങ്ങനെ വീഴ്ചണം എന്നെല്ലാം അവന് വ്യക്തമായി അറിയാവുന്നതാണ്. എങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് മീൻ ലഭിക്കുന്നത് എന്ന് എല്ലാം എനിക്കറിയാവുന്നതാണ്. നീയാണോ എന്നെ പഠിപ്പിച്ചു തരുന്നത്? അതുകൊണ്ട് ഇനിയും വല വീശേണ്ട കാര്യമില്ല, പോകാം എന്ന് പറഞ്ഞില്ല. ചില ആളുകൾ ദൈവത്തിന്റെ വചനം കേൾക്കില്ല. ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ദൈവത്തെ ഉപദേശിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കാതെ ദൈവത്തെ കർത്താവിൽ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ അതല്ല. ഇന്നത്തെ പേപ്പറിലെ ന്യൂസ് കണ്ടായിരുന്നോ? എന്തായിരുന്നു പേപ്പറിലെ ന്യൂസ്? പത്രത്തിൽ വരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്? ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ദൈവത്തിന് അറിയില്ലേ? ഞാൻ സമീപത്ത് നിന്ന് നോക്കുന്ന ദൈവം മാത്രമാണോ? ദൂരത്ത് നിന്നും കാണുന്നതായ ദൈവം അല്ലയോ? എനിക്ക് മറഞ്ഞ് രഹസ്യമായിട്ട് എന്നെ മറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. ആരുടെ വാക്കിനാലാണ് വലയിറക്കുന്നത്? ഞാൻ യേശുവിൻ്റെ വാക്ക് കേൾക്കും. നിങ്ങൾ ആരുടെ വാക്ക് കേൾക്കും? പറയുക. ഞാൻ യേശു പറഞ്ഞത് മാത്രമേ ശ്രദ്ധിക്കൂ. എൻ്റെ യേശുവിൻ്റെ വചനം എനിക്ക് ജീവന്റെ ഉറവാണ്. അവൻ്റെ വാക്കു കേൾക്കുന്നവൻ ആരും പരാജിതരാകില്ല. നിന്റെ വചനം എനിക്ക് ലഭിച്ചപ്പോൾ നിധി കിട്ടിയ പോലെയുള്ള സന്തോഷമാണ് എനിക്കുള്ളത് എന്ന് ദാവീദ് പറയുവാനിടയായി. നിന്റെ വാക്കനുസരിച്ച് എനിക്കിഷ്ടമില്ല, ഞാൻ അധ്വാനിച്ചു, ഞാൻ പ്രയാസപ്പെട്ടു, ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിൽ വലയിറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലയിറക്കുവാനിടയായി. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. അവരുടെ വല പൊട്ടിപ്പോകുമാറ് നിന്റെ വാക്കിനു ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അത്രമാത്രം മീൻകൂട്ടം ലഭിച്ചു. നിന്റെ വാക്കനുസരിച്ച് വലയിറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മീനെ ലഭിക്കാനിടയായി എന്നാണ് ഉള്ളത്. അല്ല, പെരുത്ത മീൻകൂട്ടം ലഭിക്കാനിടയായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് വിശാലമായിട്ട് ആയിരിക്കും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമില്ല എങ്കിൽ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും തന്നെ നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ, എത്ര സമ്പാദിച്ചിട്ടും ബാക്കിയാവുന്നില്ല എങ്കിൽ, എത്ര അധ്വാനിച്ചിട്ടും നിനക്ക് ഫലം ലഭിക്കുന്നില്ല എങ്കിൽ, നീ യേശുവിൻ്റെ വാക്കിനെ കേൾക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് നീ നടക്കാത്തത് കൊണ്ടാണ്. നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്നെ അവൻ കാണുവാനിടയായി. നിന്നെക്കുറിച്ചൊരു പദ്ധതി അവൻ ഒരുക്കി. അവന്റെ ഹിതം നീ അന്വേഷിച്ചറിഞ്ഞാൽ
അവൻ്റെ ഉദ്ദേശങ്ങൾ നീ തിരിച്ചറിഞ്ഞാൽ, അവൻ്റെ വാക്കിനെ നീ അനുസരിച്ചാൽ, നീ അനുഗ്രഹിക്കപ്പെടും. നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. നീ തന്നെ നിന്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചാൽ, നീ തന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, ദൈവത്തെക്കാൾ അറിവുള്ളവനാണെന്ന് വിചാരിച്ചാൽ, ദൈവത്തിന് എന്തറിയാം, എനിക്ക് സകലതും അറിയാമെന്ന് നീ വിചാരിച്ചാൽ, നീ എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും ഒരു മുഴം കൂട്ടാൻ കഴിയില്ല. ഒരു നീളം കുറഞ്ഞ വ്യക്തി തനിക്ക് നീളം കൂട്ടുന്നതിന് വേണ്ടി എല്ലാ ദിവസവും മുടി പിടിച്ച് മുകളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. എത്രമാത്രം മുടി പിടിച്ച് വലിച്ചാലും നീളം കൂടുമോ? 4 പേർ വന്നിട്ട് 2 പേർ കാലിലും പിടിച്ച് 2 പേർ തലയിലും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ നീളം കൂടുമോ? 1 ഇഞ്ച് പോലും കൂടുകയില്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ നിനക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. മനുഷ്യർ അജ്ഞാനികളായിരിക്കുന്നു, മനുഷ്യർ പാപികളായിരിക്കുന്നു, മനുഷ്യർ അഹങ്കാരികളാണ്, മനുഷ്യർ തങ്ങളുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് നഷ്ടം അനുഭവിക്കുകയാണ്. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഏത് ജോലി നീ ചെയ്തെന്നാലും, ഏത് വ്യാപാരം നീ ചെയ്താലും, ഏത് പ്രവൃത്തി നീ ചെയ്താലും, ഏത് വിഷയം നീ പഠിച്ചാലും, ഏത് ഇന്റർവ്യൂവിന് നീ പോയാലും, ഏത് എക്സാം നീ എഴുതിയാലും പറയണം, കർത്താവേ, നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ. നീ പോകാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നത്. നീ പറഞ്ഞതുകൊണ്ടാണ് ഈ വ്യാപാരം ഞാൻ ചെയ്യുന്നത്. നീ എഴുതാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ എക്സാം ഞാൻ എഴുതുന്നത്. എന്റെ ജീവിതത്തിലെ നിന്റെ ഹിതം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യുക. ചോദിക്കുകയാണെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം ജീവിതത്തിൽ കാണുവാൻ കഴിയും. മനുഷ്യൻ ഇന്ന് അധ്വാനിക്കുകയാണ്. എന്തിനു വേണ്ടിയോ അധ്വാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ അരച്ചാൻ വയറിനു വേണ്ടി, അവൻ്റെ വിശപ്പിന് വേണ്ടി, ആ വയർ നിറയ്ക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്? എത്രയോ കഷ്ടപ്പെടുന്നു, എത്രയോ വഞ്ചന ചെയ്യുന്നു, കൈക്കൂലി വാങ്ങുന്നു, കള്ളത്തരം കാണിക്കുന്നു. ഒരു ബോട്ടിൽ മദ്യത്തിനു വേണ്ടി എത്രയോ ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട്, എത്രയോ ആളുകളെ കണ്ണുനീർ കുടിപ്പിക്കുന്നുണ്ട്. ആ അല്പമായ ലൗകിക സുഖത്തിനു വേണ്ടി, ആ ചെറിയ സന്തോഷത്തിനു വേണ്ടി എന്താണ് നീ നേടുന്നത്? എന്തു നീ സന്തോഷിക്കും? ആ അല്പമായ സന്തോഷത്തിനു വേണ്ടി നീ ചെയ്യുന്ന നീചമായ കാര്യങ്ങൾ, വഞ്ചന നിറഞ്ഞതായ കാര്യങ്ങൾ എത്രയോ ആളുകളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. കർത്താവ് പറയുന്നു, എൻ്റെ വാക്ക് കേട്ടാൽ നിനക്കത് അനുഗ്രഹമാണ്. കർത്താവ് എന്നോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ഹിതം അറിയിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്റെ ഹിതപ്രകാരം ഞാൻ നടക്കാം എന്ന് പ്രാർത്ഥിക്കുവാൻ ശീലിക്കൂ. എനിക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നുവെന്ന്. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല, ഇപ്പോഴിതാ വീണ്ടും വലയിറക്കാൻ പറയുന്നു. എനിക്കത് ഇഷ്ടമല്ല, എനിക്കതിന് മനസ്സില്ല. എന്നാൽ നീ പറഞ്ഞതുകൊണ്ട്, നിന്റെ വാക്കനുസരിച്ചുകൊണ്ട് ഞാൻ അനുസരിക്കാം. എനിക്കിഷ്ടമല്ല എങ്കിലും നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. അതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. അതാണ് യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞത്. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, എങ്കിലും നിന്റെ ഇഷ്ടം തന്നെ നിറവേറുമാറാകട്ടെ. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല എങ്കിൽ അതിന് ഒരേ ഒരു കാരണമാണ്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വളരെ കഷ്ടപ്പെട്ട് പാഠങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ കഷ്ടപ്പാടല്ലാതെ ഒന്നും തന്നെ ബാക്കിയാകുന്നില്ല. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്നുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കണമെങ്കിൽ, നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കനുസരിച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ വാക്കിന് ഞാൻ വില കൊടുക്കാം. നിന്റെ ഹിതം ഞാൻ ചെയ്യാം എന്ന് പറയാൻ കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൽ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? ദൈവം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. എൻ്റെ വാക്കിനെ അനുസരിക്കൂ. എൻ്റെ ഹിതം ചെയ്യുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാനിടയാകും. നീ യോഗ്യനായിട്ട് മാറും. കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ കഴിയും. എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വളരെ ശ്രേഷ്ഠമായ സമയമാണ്. അല്പസമയം നാം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. നിന്റെ ജീവിതത്തിന് ഒരുപാട് ദുഃഖത്തിൽ ആയിരിക്കാം. ഒന്നും തന്നെ നേടുവാൻ കഴിയാതെ കഷ്ടപ്പെട്ട് 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 ഒരു ജോലിക്ക് വേണ്ടി തിരഞ്ഞ് 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 ഇപ്പോഴും ഒരു നല്ല ജോലി ലഭിച്ചിട്ടില്ല. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം ചികിത്സകൾ ചെയ്തിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു. എത്രമാത്രം അധ്വാനിച്ചിട്ടും ലഭിക്കുന്ന വരുമാനം വിശപ്പടക്കാൻ പോലും തികയാത്തതായ സാഹചര്യത്തിലായിരിക്കുന്നു.
ഈ ദിവസം കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കുക. അവൻ്റെ വാക്കനുസരിച്ച് നിന്റെ ജോലികൾ നീ ആരംഭിക്കൂ. നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പടകവൻ നിറയ്ക്കും. നിന്റെ വീടിനെ അനുഗ്രഹിക്കാനിടയാകും. നിന്റെ കണ്ണുനീരിനെ ആനന്ദബാഷ്പമായിട്ട് മാറ്റും. നിന്റെ വിലാപത്തെ നൃത്തമാക്കി അവൻ മാറ്റും. ആഴമായ ഒരു വിശ്വാസത്തിന് വേണ്ടി കർത്താവിനോട് ചോദിക്കൂ. കർത്താവേ, നിന്റെ വാക്കനുസരിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ജീവിക്കാം. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. നിന്റെ വചനത്തിൽ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കാം. നിന്റെ കൽപ്പനകളെ അനുസരിക്കാം. നിന്റെ വചനത്തെ ഞാൻ അനുസരിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പറയുക. എല്ലാ വ്യക്തികളും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പറയുക. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. വളരെ വിലയേറിയ സമയമാണിത്. എങ്കിലും ഞാൻ നിന്റെ വാക്കനുസരിച്ചുകൊണ്ട് വലയിറക്കാം. അങ്ങനെ വലയിറക്കിയപ്പോൾ വല പൊട്ടുമാറ് വല നിറയുവാനിടയായ ആ ശീമോന്റെ അനുഭവം പോലെ നീയും അനുഗ്രഹിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാ വ്യക്തികളും 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സന്ദേശത്തിന്റെ അവസാനം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന സകല മക്കളെയും നീ ദർശിക്കണമേ. ആ ദിവസം 2 പടകുകളും കണ്ട് അവയെ നിറച്ചതായ ദൈവമേ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതായ ശൂന്യതയെ നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ നിരാശയുടെ അനുഭവത്തെ കാണണമേ. നിന്റെ സന്തോഷത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിറയ്ക്കണമേ. നിന്റെ നന്മകളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ നിറയ്ക്കണമേ യേശുവേ. ഈ ദിവസം ശൂന്യതയിലും കുറവിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതായ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ദുഃഖത്തിലായിരിക്കുന്നതായ, അപമാനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന, ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല എന്ന വാക്ക് കേട്ട് നിരാശയിലായിരിക്കുന്നവരുടെ ഗർഭപാത്രത്തെ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന നിന്റെ വചനം അനുസരിച്ചുകൊണ്ട് വരുന്ന വർഷം ഒരു കുഞ്ഞുമായിട്ട് വരുമ്പോൾ പറയാൻ കഴിയണം, കർത്താവിൻ്റെ വാക്ക് കേട്ടു, എനിക്കൊരു കുഞ്ഞിനെ നൽകിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. നിന്റെ ഹിതമില്ലാതെ ഞാൻ അധ്വാനിക്കുന്നു. നിന്റെ ഹിതമല്ലാതെ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നു. നിന്റെ ഹിതമില്ലാതെ ഒരുപാട് പരിശ്രമങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നും നേടുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഹിതപ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ അപ്പാ. നിന്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് എല്ലാ വ്യക്തികളെയും സ്പർശിച്ച് സമാധാനത്തോടുകൂടി കടന്നു പോകൂ. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നിന്റെ വാഗ്ദാനവുമായി കടന്നു പോകാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.
യേശുവേ യേശുവേ യേശുവേ